നമ്മുടെ കേരളത്തിൽ മത സാമുദായിക രംഗത്ത് ആത്മീയ രംഗത്തൊക്കെ ഏറ്റവും അധികം സ്വാധീനം ഉണ്ടാക്കിയ പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിലൊക്കെ സ്വാധീനം ഉണ്ടാക്കിയ സംവിധാനമാണ് സമസ്ത. 1980കളിൽ ദൗർഭാഗ്യകരമായ പിളർപ്പുണ്ടായതിനെ തുടർന്ന് അത് AP സമസ്ത എന്നും EK സമസ്ത എന്നും രണ്ടായി പിരിഞ്ഞു. പിന്നീട് ഇരു സമസ്തയും പരസ്പരം മത്സരിച്ചുകൊണ്ടും പോരടിച്ചുകൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളിലും സാമുദായിക രംഗങ്ങളിലും മഹല്ലുകളുടെ ശാക്തീകരണ രംഗങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് മലബാറിൽ കാലാകാലങ്ങളായിട്ട് കാണപ്പെടുന്ന ഒരു പിന്നോക്കാവസ്ഥ ഒരു പരിധി വരെയെങ്കിലും നികത്താൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഓരോ ഇപ്പോൾ സമസ്തയുടെ കീഴിൽ പ്രത്യേക EK സമസ്തയുടെ കീഴിലാണെങ്കിൽ ജാമിയ നൂരിയ ഉണ്ട്, അതുപോലെ ദാറുൽ ഹുദ ഉണ്ട്. ഇതിനു മുമ്പ് കുറച്ചു കാലം വാഫി വഫി ഉണ്ടായിരുന്നു. ഇപ്പോൾ SNEC എന്നുള്ള ഒരു പുതിയ സ്കീം തുടങ്ങിയിട്ടുണ്ട്. നന്ദി ദാറുസ്സലാം അടക്കമുള്ള വലിയ സ്ഥാപനങ്ങളുണ്ട്. AP വിഭാഗത്തിൻ്റെ കീഴിലും ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പേരെണ്ണി പറയാൻ എനിക്കറിയില്ല. അങ്ങനെ സ്ഥാപനങ്ങൾ വന്നു, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു. അതുപോലെ മുസ്ലിം സാമുദായിക രംഗത്ത് അത്യാവശ്യം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംഘടനയാണ്. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കഴിഞ്ഞൊരു 10, 25, 35 വർഷക്കാലങ്ങളായിട്ട് ഇവർ തമ്മിൽ അത്യാവശ്യം അനൈക്യങ്ങളുടെ വിത്തുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ പരസ്പരം പോരടിച്ചുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് 2026 നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികം കഴിഞ്ഞു, പ്രൗഢോജ്വലമായിട്ട് സമാപിച്ചു. ഇനി 2027 AP സമസ്തയുടെ ഒരു 100ാം വാർഷികം കൂടി വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ AP ഉസ്താദ് ഒരു പ്രസ്താവന, നമ്മുടെ AP സമസ്തയും EK സമസ്തയും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം ചില ചില നവീനവാദികളുടെ വഹാബികളുടെ ഒക്കെ ഇടപെടലാണ് എന്നൊക്കെ തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ്താവനയെ പിന്നീട് EK സമസ്തയുടെ വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട സമുന്നതരായ നേതാവായ അമ്പലക്കടവ് അമീദ് ഫൈസി, അതുപോലെ മുസ്തഫ ഫൈസി എന്ന് തോന്നുന്നു, അവരൊക്കെ അത് എൻഡോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ശരിക്കും ഈ വിഷയങ്ങളൊന്നും ആരും സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത, സംസാരിക്കാത്ത വിഷയങ്ങളാണ്. കാരണം നമ്മൾ തന്നെ നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് ഇകഴ്ത്തി സംസാരിക്കുക, അല്ലെ അവരെ വിമർശിച്ച് സംസാരിക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ എന്നാണ്. അപ്പോൾ വിമർശനങ്ങൾ നല്ലതാണ്, പക്ഷേ ആക്ഷേപങ്ങൾ നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആരെങ്കിലും വേദനിപ്പിക്കാനുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ബഹുഭൂരിഭാഗ സമയങ്ങളിലും ഈ സംഘടനാപരമായ വിലക്കുകളും സംഘടനാപരമായ സംസാരങ്ങളൊക്കെ പല വിധത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്, അതുപോലെ എഴുത്തുകളിൽ, സംസാരങ്ങളിൽ, അതുപോലെ ലേഖനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ നമ്മുടെ ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ഗോൾഡൻ ടൈം എന്നൊക്കെ പറയുമല്ലോ, ആ സമയത്ത് ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട ഒരാളെന്ന നിലക്ക് നമ്മുടെ അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ പറയണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഈ വൈരങ്ങൾക്ക്, ഈ സംഘടനാപരമായ വൈരങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഒക്കെ ഈ വഹാബികളായിരുന്നു എന്ന് ഒറ്റയടിക്കാൻ പറഞ്ഞു പോയാൽ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചാൽ ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ പറയാം. അപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു വാർത്തയും അതും വിശകലനങ്ങളൊക്കെ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകളൊക്കെ കഴിഞ്ഞ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ചെറുശ്ശേരിസ്ഥാൻ്റെ കാലഘട്ടത്തിലും അതുപോലെ അതിന് പിന്നീട് വന്ന നേതാക്കന്മാർ, പ്രസിഡന്റും സെക്രട്ടറിമാരുടെ കാലഘട്ടത്തിലൊക്കെ ഈ ചർച്ചകൾ, ലയനങ്ങളൊന്നും ഒരിക്കലും നടക്കൂല. ലയനങ്ങളൊന്നും നടക്കുന്ന കാര്യമേ നോക്കണ്ട. അപ്പോൾ ലയനങ്ങളൊന്നും അല്ല, മറിച്ച് ഒരു ഐക്യശ്രമങ്ങൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ കാലാകാലങ്ങളായിട്ട് നടക്കാറില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശത്രുപക്ഷത്തുണ്ടാകുന്ന രണ്ടാൾക്കാരാണെങ്കിൽ പോലും അവർ പാണക്കാട് കുടുംബങ്ങളിലൊക്കെ പോയി ഒന്ന് പാണക്കാട് തങ്ങളുടെ സാന്നിധ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥ ശ്രമമൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവസാനിക്കാറുണ്ട്. പക്ഷേ ഈ AP വിഭാഗത്തിൻ്റെയും EK വിഭാഗത്തിൻ്റെയും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോകാറാണ് പതിവ്. അതുകൊണ്ട് അവസാനിക്കാറില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് സ്വയം ഇരു വിഭാഗം ആൾക്കാരും പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇതൊരു ആത്മീയ സംവിധാനമാണല്ലോ. അപ്പോൾ പടച്ചവൻ്റെ തൃപ്തിക്കും അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ട ആൾക്കാരൊക്കെയാണ്. എനിവേ, അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ അറബി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓരോ ആൾക്കാരുടെ വീഡിയോ ക്ലിപ്പിങ്ങുകളും ഓരോ വോയിസ് റെക്കോർഡുകളും അതുപോലെ അതൊന്നും നമ്മൾ പറയുന്നില്ല. അവനവൻ എന്ത് ചെയ്യുക, അവനവൻ്റെ വാക്കുകൾ ഇൻ്റർനെറ്റിലൊക്കെ ഒന്ന് പരിശോധിച്ച് പ്രസംഗ ക്ലിപ്പുകളൊക്കെ വായിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞൊരു 10 വർഷ കാലത്തെ AP സമസ്തക്കെതിരെ പറഞ്ഞ, AP-ക്കാർ EK സമസ്തക്കാർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരോപണങ്ങളായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഷാറെ മുബാറക് വിവാദം, അതുപോലെ പിന്നെന്താ അവിടെ നോളജ് സിറ്റി സംബന്ധിച്ച വിവാദങ്ങൾ, അതുപോലെ
മിഡിൽ ഈസ്റ്റിൽ നിന്ന് കൊണ്ടുവരുന്ന പിരിവുകളുടെ വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിണങ്ങുമ്പോൾ പിണങ്ങുമ്പോൾ നമ്മൾ പറയേണ്ടത് പിന്നീട് ഇണങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമാവണം എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പിണങ്ങി ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഏത് വകുപ്പിലാണ് പെടുക, ഈബത്ത് വരുമോ നമീമത്ത് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ആ വിഷയത്തിലൊക്കെ അഭിപ്രായം സ്വരൂപിക്കേണ്ടത്. ഇതിനൊക്കെ എല്ലാം സമുദായത്തിനും ഇതിനു വേണ്ടി ആകുമ്പോൾ അതൊന്നും പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എനിവേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സമസ്തക്കിടയിലും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിവാദങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാർ അവനവർ തന്നെയാണ്. അത് ഇരുവിഭാഗത്തിലുള്ള നേതാക്കന്മാർ തന്നെയാണ്. അല്ലാതെ ഇതൊക്കെ പുറത്തുനിന്ന് കാണുന്ന വഹാബികളോ അല്ലെങ്കിൽ മുജാഹിദുകളോ ഒന്നുമല്ല. അവർക്കിപ്പോൾ നിങ്ങൾ ഒരുമിച്ചാലും ഭിന്നിച്ചെന്നാലും പ്രത്യേകിച്ച് വലിയ സ്വാധീനം ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കുന്നില്ല. കാരണം കേരളത്തിൽ അത്യാവശ്യം വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡൈമെൻഷൻസിലേക്ക് കൊണ്ടുവന്ന് അതിനെ എൻഡോസ് ചെയ്യുന്നതിൽ അർത്ഥമല്ല എന്നാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഈ അമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള ആൾക്കാർ ഈ വിഷയം കൊണ്ടുവരുന്നതിലുള്ള ചില അധാർമികത ചിലതുണ്ട്. അതിന് കാരണം ഞാൻ പറയാം. അതായത് ഇപ്പോൾ 100ാം വാർഷിക സമ്മേളനമൊക്കെ കഴിഞ്ഞു, EK സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം കഴിഞ്ഞു. ആ സമയത്ത് വലിയ അസാന്നിധ്യം, പാണക്കാട് കുടുംബത്തുമായി ബന്ധപ്പെട്ടുള്ള വലിയ അസാന്നിധ്യം ആ സമ്മേളനങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നെ പ്രൗഢോജ്വലമായ അവസാന സമാപന സമ്മേളനത്തിലൊക്കെ ആ ഒരു വിടവ് നികത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള ഒരു 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 അകൽച്ച ഉണ്ടായിരുന്നു. സമസ്ത EK സമസ്തയുടെയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം CAC വിഷയമായിരുന്നു. പിന്നീട് CAC വിഷയം വളർന്ന് പിന്നീട് സ്വാദിഖലി തങ്ങളെ ഒക്കെ ഉള്ള വ്യക്തിഹത്യ അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുതിർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വ്യക്തിഹത്യകളൊക്കെ വന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പൂർണ്ണ സപ്പോർട്ട് സ്വാഭാവികം സ്വാദിഖലി തങ്ങൾക്ക് ഉണ്ടാവും. അവരുടെ അനിഷേധ്യ നേതാവാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പല മഹല്ലുകളിലും ഈ വിഷയം വന്നു. അപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തിയൊക്കെ പല മഹല്ലുകളിലും നിയന്ത്രണം വന്നു പറഞ്ഞാൽ പ്രസംഗങ്ങൾക്കോ അല്ലെങ്കിൽ പരിപാടികൾക്കോ വിളിക്കുന്നതിൽ നിയന്ത്രണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ജാമിയ നൂരിയ അറബി കോളേജ്, അവിടെയുള്ള മുഖ്യ പ്രഭാഷകരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിരുത്തിയിട്ടുണ്ട്. പിന്നെ ദാറുൽ ഹുദയിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പരാമർശിക്കപ്പെട്ട വ്യക്തിക്കൊക്കെ കാര്യമായിട്ടുള്ള പിന്തുണല്ല. പിന്നെ വഫിയ സംവിധാനമാണ്, അതും ഇപ്പോൾ മറ്റൊരു ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അകൽച്ച സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അകൽച്ച കാരണം ഇനി AP EK തമ്മിലുള്ളൊരു വൈരം പറഞ്ഞ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഘടനകളും വിഖണ്ഡനങ്ങളൊക്കെ നടത്തിയത് കൊണ്ടൊന്നും പുതിയ ജനറേഷൻ അതൊക്കെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു കാലം കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ കേരളത്തിലെ മത സാമുദായിക രംഗത്ത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് EK സമസ്ത തന്നെയാണ്, ഡെഫിനറ്റ്ലി. പക്ഷേ കേരളത്തിൽ മൊത്തം പരിശോധിച്ച് നോക്കുമ്പോൾ, അതായത് മുസ്ലിങ്ങൾക്കിടയിലല്ല പൊതുവെ പരിശോധിച്ച് നോക്കുമ്പോൾ AP ഉസ്താദിന് കുറച്ച് ഒരു എഡ്ജ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കാലങ്ങളായിട്ട് ഈ സംഘടനാ രംഗത്തും സാമുദായിക രംഗത്തും സാമൂഹിക രംഗത്തൊക്കെ ഇടപെടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നതിലും അങ്ങനെ വിശേഷിപ്പിക്കുന്നതിലും EK സമസ്തക്ക് വിയോജിപ്പുകളും എതിർപ്പുകളൊക്കെ ഉണ്ട്. എനിവേ, പിന്നെ ഇപ്പോൾ യമനിലൊക്കെ ഉള്ള നിമിഷപ്രിയയൊക്കെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ, അതുപോലെ പ്രധാനമന്ത്രിയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രാപ്തി അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. കാലങ്ങളായിട്ടുള്ള അദ്ദേഹം പ്രവർത്തന ഫലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുതിയ ജനറേഷന് മുമ്പിൽ ഈ AP EK അങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം കലഹിച്ചുകൊണ്ടൊന്നും പുതിയ ജനറേഷൻ അതൊക്കെ സ്വീകരിക്കുമെന്നും എനിക്കറിയില്ല. സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഈ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില ആൾക്കാർക്ക് ഇങ്ങനെ ഈ പ്രസംഗങ്ങളും വിഖണ്ഡനം മാത്രം നടത്തിക്കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് സാധാരണ അത്തരം പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ നമ്മൾ ഖിദ്മത്ത് എന്നാണ് പറയാറുള്ളത്. ഞാനത് ഖിദ്മത്തായിട്ട് ഞാൻ കാണുന്നില്ല. ഖിദ്മത്തായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഇല്ലാതെ സേവനം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ഖിദ്മത്ത് എന്ന് പറയും. അത് ഏത് കാര്യമാണ്, ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഗെയിനിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു മഈശത്ത് എന്നുള്ള ആ ഒരു ലേബലിലാണ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മഈശത്തായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഏതായാലും ഇനിയും ജീവിക്കാൻ ഉള്ള പുതിയ കലഹങ്ങളുടെ വിത്തുകൾ ഓൾറെഡി പാകിയിട്ടുണ്ട്. ഇപ്പോൾ CAC വിഷയവും CIC-യുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെ മഈശത്ത് കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന കുറേ പുതിയ കലഹങ്ങളുടെ വിത്തുകൾ ഓൾറെഡി പാകി കഴിഞ്ഞു. അപ്പം ഇനി പഴയതൊക്കെ മറന്ന് ഏതായാലും ഒരുമിക്കാൻ സാധിക്കുമെങ്കിൽ ഏതായാലും ഐക്യമേ ഉണ്ടാവുള്ളൂ. ലയനമൊന്നും ആരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ലയനമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ 40 അംഗ മുഷാവറ എന്നുള്ള ഒരു 80 അംഗ മുഷാവറ ഒക്കെ ആക്കേണ്ടി വരും. അതൊന്നും ഇപ്പോൾ സാധ്യമല്ലല്ലോ. പിന്നെ
ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം, മുഷാവറയുമായി ബന്ധപ്പെട്ടൊന്നല്ല, നമ്മൾ പൊതുവെ ഈ സംഘടനാപരമായ രംഗത്ത് നമ്മൾ ജീവിക്കുന്ന ആ സമയത്ത് നമുക്കുണ്ടായ ചില അനുഭവങ്ങളാണ്. ഇപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞു. ആ പരിപാടിയിൽ ചെറിയ പരിപാടിയായിരിക്കും, എന്തെങ്കിലും SKSFൻ്റെ SFൻ്റെ എന്തെങ്കിലും ചെറിയ പരിപാടി, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില മീറ്റിങ്ങൊക്കെ ഉണ്ടാവില്ല, അത് ചന്ദ്രികയിലോ സുപ്രഭാതത്തിലോ ഒക്കെ എന്ത് ചെയ്യും, പരസ്യങ്ങളായിട്ട്, ആ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ടിംഗ് ആയിട്ട് വരും. ആ റിപ്പോർട്ടിംഗ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രസിഡന്റിന് വിട്ടുപോവുകയോ അല്ലെങ്കിൽ ട്രഷറർ വിട്ടുപോവുകയോ അല്ലെങ്കിൽ സെക്രട്ടറി ആദ്യം കൊടുക്കുക അല്ലെങ്കിൽ പ്രസിഡന്റ് രണ്ടാമത് കൊടുക്കുകയോ ചെയ്താൽ തന്നെ കലഹിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്, കുറേ നേതാക്കന്മാർ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലയനമൊക്കെ വരുമ്പോൾ കുറച്ച് ആൾക്കാർ 40 അംഗ മുഷാവറയായിട്ട് മാത്രം ചുരുക്കണമെങ്കിൽ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യണം, അതിൽ മാറ്റിയിരുത്തണം. അപ്പോൾ അതൊക്കെ സാധ്യമാവോ എന്ന് ഈ ഒരു പറഞ്ഞ ചെറിയ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ഐക്യശ്രമം ഉണ്ടാവണം എന്നുള്ളതാണ്. മഹല്ലുകൾ നന്നായി വരട്ടെ, മഹല്ലുകളിലെ കലഹങ്ങൾ അവസാനിക്കട്ടെ. കാരണം ഇപ്പോൾ പള്ളിക്കൽ ബസാർ എന്ന് തോന്നുന്ന പള്ളിയുടെ പേര്, അവിടെയൊക്കെ കത്തിക്കുത്ത് വരെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ, ഒരാൾ AP വിഭാഗത്തിൽ പഠിക്കുന്നതായിരിക്കും, ചില EK വിഭാഗത്തിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, അവർ തമ്മിൽ കണ്ടാൽ പോലും സലാം പറയാത്ത സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാക്കിയത് മുജാഹിദുകളും വഹാബികളും അല്ല, ഇതൊക്കെ നമ്മുടെ നേതാക്കന്മാരുടെ പ്രവർത്തനം മൂലം തന്നെയാണ്. അപ്പോൾ അത് എൻഡോസ് ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യാം, അംഗീകരിക്കുക. ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അപ്പോൾ ഏതായാലും നമുക്ക് ഒരുമിക്കുന്ന നല്ലതാണെന്നുള്ള രൂപത്തിൽ പറയുന്ന നല്ലതാണ്. പിന്നെ പിണങ്ങിയ സമയത്ത് സംസാരിച്ച പല മഹാന്മാരുടെയും കോട്ടുദ്ധരിച്ചുകൊണ്ട് സംസാരിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ഷംസുൽ ഒക്കെ അവരൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പ്രസ്ഥാനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരിക്കലും AP വിഭാഗത്തോട് അടുക്കരുത് എന്നുള്ള തരത്തിലുള്ള പലതും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിരുപാധികം അതൊക്കെ എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തിരിഞ്ഞ് എന്ത് ചെയ്യുക, അവസാനിപ്പിച്ചുകൊണ്ട് നന്നായിട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ ഒരു നല്ല സംവിധാനമാണല്ലോ, നന്നായിട്ട് പോകണമല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊക്കെ എന്താണ്, ഒന്നുമല്ല, ഇത് ആക്ഷേപമൊന്നുമല്ല, ഇത് നമ്മളൊരു സെൽഫ് അസസ്മെൻ്റ് ആണ്, ഒരു സ്വയം വിമർശനമായിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം ആരെയും ആക്ഷേപിക്കാനൊന്നും നമ്മളാരും ഒന്നുമല്ല. അപ്പോൾ കാരണം അത് പറയാനുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാരണം, നമ്മളൊക്കെ നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ ഒരുപാട് സംസാരിച്ച് ഇത്തരം വിഷയമായി എൻഗേജ് ചെയ്തുകൊണ്ട് നടന്ന ഒരാളെന്ന നിലയ്ക്ക് മാത്രം പറഞ്ഞതാണ്. എനിവേ, എല്ലാവരും നന്നാവട്ടെ, പ്രകാശം പിറക്കട്ടെ, സന്തോഷങ്ങൾ വിരിയട്ടെ, സമുദായത്തിൻ്റെ ഇടയിലും ജനങ്ങൾക്കിടയിലും സഹോദരങ്ങൾക്കിടയിലൊക്കെ. താങ്ക് യു.